ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ഇംഗ്ലീഷ് ടൈം. ഇന്ന് 7ാം ക്ലാസ്സിലെ പുസ്തകത്തിലെ 3ാം യൂണിറ്റിലെ പുതിയൊരു പാഠം പോളിയ. നമ്മുടെ ലോകം അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻ ദിസ് ഫാസ്റ്റ് ഗ്രോയിങ് വേൾഡ്, അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ലോകത്ത് ലിറ്ററസി ഈസ് ക്വൈറ്റ് എസെൻഷ്യൽ. But we know there are a lot of people who cannot even read and write. ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്ന ലോകത്ത് അറിവിൻ്റെ വായിക്കാനും എഴുതാനും അറിയുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഇന്നും പല ആളുകൾക്കും അത് അറിയില്ല. അപ്പം വി മസ്റ്റ് തിങ്ക് ഓഫ് വേ ടു ഹെൽപ്പ് ദം. അവരെ സഹായിക്കാനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തണം, ചിന്തിക്കണം. Here is a story that tell you about the importance of being literate. ഇവിടെ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ലിറ്ററേറ്റ്, വായിക്കാനും എഴുതാനും അറിയുക എന്നതിൻ്റെ പ്രാധാന്യം കാണിക്കുന്ന ഒരു സ്റ്റോറിയാണ് നിങ്ങൾക്കിന്ന് പഠിക്കാനുള്ളത്. പോളിയ വാസ് ആൻ ഇലിറ്ററേറ്റ് വുമൺ. പോളിയ എഴുതാനും വായിക്കാനും അറിയാത്ത ഒരു പെണ്ണാണ്. ഷീ കുഡിൻറ്റ് ഈവൻ റൈറ്റ് ഹെർ നെയിം. സ്വന്തം പേര് പോലും എഴുതാൻ അറിയില്ലായിരുന്നു. പോളിയോസ് ഹസ്ബൻഡ് ഹവവർ വാസ് എ റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഒഫീഷ്യൽ. എന്നാലും പോളിയുടെ ഭർത്താവ് ഉത്തരവാദിത്തം വഹിക്കുന്ന ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. ഹി ഹാഡ് വൺസ് ബീൻ എ സിമ്പിൾ പീസൺ. ഒരു കാലത്ത് അദ്ദേഹം ഒരു എളിയനായ കർഷകരായിരുന്നു. ബട്ട് 5 years ഇൻ ദ സിറ്റി ഹാഡ് തോട്ട് ഹിം എ ലോട്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ 5 വർഷത്തെ സിറ്റിയിലെ ജീവിതം അദ്ദേഹത്തെ പല കാര്യങ്ങളും പഠിപ്പിച്ചു. നോട്ട് ഓൺലി ഹൗ ടു റൈറ്റ് ഹിസ് നെയിം ബട്ട് ഓൾസോ ഹൗ ടു ബി എ സക്സസ്ഫുൾ ഓഫീസർ. ഒരു എഴുത്തുകാരൻ സ്വന്തം പേര് എഴുതുക എന്നത് മാത്രമല്ല, അദ്ദേഹത്തെ ഒരു സക്സസ്ഫുൾ ഓഫീസർ ആവുക, ഒരു വിജയം കൈവരിച്ച ഒരു ഓഫീസർ എങ്ങനെ ആവാം എന്നുകൂടി അദ്ദേഹത്തെ അത് 5 വർഷത്തെ ജീവിതം പഠിപ്പിച്ചു. നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്നുള്ളത് ഒരു പ്രയോഗമാണ്. നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്ന് പറഞ്ഞാൽ അതുമാത്രമല്ല ഇതും കൂടി എന്നൊരർത്ഥം വരുന്ന ഒരു പ്രയോഗമാണ്. നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഓക്കെ, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ, പ്രയോഗമാണ്. നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഇത് മാത്രമല്ല അതും കൂടി. അതായത് നോട്ട് ഓൺലി ഹൗ ടു റൈറ്റ് ഹിസ് നെയിം, സ്വന്തം പേര് എങ്ങനെ എഴുതാം എന്നത് മാത്രമല്ല, ബട്ട് ആൾസോ ഹൗ ടു ബി എ സക്സസ്ഫുൾ ഓഫീസർ, ഒരു സക്സസ്ഫുൾ ഓഫീസർ എങ്ങനെ ആവാം എന്നുകൂടി അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഹവവർ ഹി വാസ് നോട്ട് വെരി ഹാപ്പി ടു ഹാവ് ആൻ ഇലിറ്ററേറ്റ് വൈഫ്. എന്നിരുന്നാലും നിരക്ഷരരായ, എഴുതാനും വായിക്കാനും അറിയാത്ത ഒരു ഭാര്യയോട് കൂടെ അയാൾ അസന്തുഷ്ടനായിരുന്നു. പോളിയ, യു ഓട്ട് ടു അറ്റ്ലീസ്റ്റ് ലേൺ ഹൗ ടു റൈറ്റ് യുവർ നെയിം. പോളിയ, നീ ഏറ്റവും ചുരുങ്ങിയത് നിൻ്റെ പേരെങ്കിലും എഴുതാൻ പഠിക്കണം. ഹി യൂസ്ഡ് ടു സേ ടു ഹിസ് വൈഫ്. മൈ ലാസ്റ്റ് നെയിം ഈസ് ആൻ ഈസി വൺ, 2 syllables, കുച്ചിക്കിൻ. എൻ്റെ പേരിൻ്റെ അവസാനത്തത് 2 syllable വളരെ എളുപ്പമുള്ള വാക്കാണ്. അതുപോലും ആൻഡ് സ്റ്റിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ്, അതുപോലും നിനക്ക് എഴുതാൻ കഴിയില്ല. ഐ വിഷ് യു ഹാഡ് ലേൺ, അത് പഠിച്ചിരുന്നെങ്കിൽ എന്ന് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നു. പോളിയ യൂസ് ടു വേവ് ഇറ്റ് അസൈഡ്. പോളിയ ഇത് തള്ളിക്കളയുമായിരുന്നു. ദർ ഈസ് നോ യൂസ് ഇൻ മൈ ട്രൈങ് ടു ലേൺ ഇറ്റ് നൗ. ഇനിയിപ്പോൾ അത് എഴുതാൻ പഠിച്ചത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഐവാൻ, ഷീ വുഡ് ആൻസർ, ഐ ആം ഗെറ്റിംഗ് ഓൾഡ്, മൈ ഫിംഗേഴ്സ് ആർ ഗെറ്റിംഗ് സ്റ്റിഫ്. ഞാനിങ്ങനെ പ്രായമായി വരികയാണ്, എൻ്റെ വിരലുകൾ വഴങ്ങാതെയായി വരികയാണ്. വൈ ഷുഡ് ഐ ട്രൈ ടു റൈറ്റ് നൗ? പിന്നെ ഞാൻ എന്തിനാണ് ഇനി എഴുതാൻ ശ്രമിക്കുന്നത്? ലെറ്റ് ദ യങ് വൺസ് ലേൺ ഹൗ ടു റീഡ് ആൻഡ് റൈറ്റ്. കുട്ടികൾ എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് തള്ളിക്കളയും. പോളിയോസ് ഹസ്ബൻഡ് വാസ് എ ടെറിബിലി ബിസി മാൻ. പോളിയുടെ ഹസ്ബൻഡ് നല്ല തിരക്കുള്ള ഒരു മനുഷ്യനായിരുന്നു. ആൻഡ് ഡിഡ് നോട്ട് ഹാവ് ദ ടൈം ടു ആർഗ്യൂ വിത്ത് ഹിസ് വൈഫ്. വൈഫുമായിട്ട് തർക്കിച്ച് നിൽക്കാൻ സമയമില്ലായിരുന്നു. സോ ഹി കെപ്റ്റ് ഹിസ് മൗത്ത് ഷട്ട്. അങ്ങനെ അയാൾ മിണ്ടാതിരിക്കും, ഒന്നും മിണ്ടാതെ വായടച്ച്. ബട്ട് വൺ ഡേ ഇവാൻ നിക്കോലാവിക് കുച്ചിക്കിൻ ഡിഡ് ബ്രിങ് ഹോം എ സ്പെഷ്യൽ ലിറ്റിൽ ബുക്ക്.
ഒരു ദിവസം അദ്ദേഹം ഒരു പ്രത്യേക ചെറിയ പുസ്തകം വീട്ടിൽ കൊണ്ടുവന്നു. ഹിയർ പോളിയ, ഹി said, is the latest teach yourself Russian which is based on up-to-date method. I am going to show you how to use it. അദ്ദേഹം പുസ്തകം കൊണ്ടുവന്നിട്ട് പറഞ്ഞു, പോളിയ ഇത് നോക്ക്. അയാൾ പറഞ്ഞു, ഇതൊരു പുത്തൻ രീതികൾ ഉൾപ്പെടുത്തിയിട്ട്, അപ് ടു ഡേറ്റ് മെത്തേഡ്സുകൾ ഉൾപ്പെടുത്തിയിട്ട് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്, സ്വയം ആയിട്ട് റഷ്യൻ ഭാഷ പഠിക്കാൻ എന്നാണ്. അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിന് നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അദ്ദേഹം ആ പുസ്തകമെടുത്തു. ഒരു ചെറിയ പുസ്തകമാണ്, പുതിയ രീതികളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എഴുതിയതാണ്. ഏറ്റവും പുതിയ രീതിയാണ് സ്വയം റഷ്യൻ പഠിക്കാമെന്ന പുസ്തകം. ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ പോളിയോ ഗേവ് എ ക്വൈറ്റ് ലാഫ്. പോളിയോ നിശബ്ദമായി ഒന്ന് ചിരിച്ചു. എന്നിട്ടോ ടുക്ക് ദ ബുക്ക് ഇൻ ഹെർ ഹാൻഡ്സ്, ടേൺഡ് ഇറ്റ് ഓവർ. പുസ്തകം എടുത്ത് അതിങ്ങനെ മറിച്ചു നോക്കി. ആൻഡ് ഹൈഡ് ഇറ്റ് ഇൻ ദ കബ്ബോർഡ് ആസ് ഇഫ് ടു സേ ലെറ്റ് ഇറ്റ് ബി ദർ. മേ ബി അവർ ഗ്രാൻഡ് ചിൽഡ്രൻ വിൽ ഹാവ് സം യൂസ് ഫോർ ഇറ്റ്. അവൾ ആ പുസ്തകം എടുത്തിട്ട് മറിച്ചു നോക്കി. എന്നിട്ട് ഇതിവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊച്ചുമക്കൾക്ക് ഉപയോഗം വന്നേക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന മട്ടിൻ അലമാറയിൽ അവളത് ഒളിപ്പിച്ചു വെച്ചു. വൺ ഡേ പോളിയ സാറ്റ് ഡൗൺ ടു വർക്ക്. ഒരു ദിവസം പോളിയോ ഐവാൻ്റെ ഒരു വർക്കിന് വേണ്ടി ഇരുന്നപ്പോൾ ഷീ ഹാഡ് ടു മെൻഡ് എ ജാക്കറ്റ് ഫോർ ഐവാൻ. ദ സ്ലീവ് വാസ് torn. So Polio sat down at the table, took up her needle and put her hand under the jacket. She heard something rustling. അപ്പോൾ ഒരു ദിവസം പോളിയോ ഐവാൻ്റെ ജാക്കറ്റ് കീറി അത് തുന്നാൻ വേണ്ടി അവൾ തുന്നാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ തുന്നാൻ വേണ്ടി ജാക്കറ്റ് കയ്യിലെടുത്ത് തുടങ്ങിയപ്പോൾ ഷീ ഹിയർഡ് സംതിങ്സ് റെസ്ലിംഗ്. അവൾ ഒരു ചെറിയ ശബ്ദം കേട്ട് തുന്നുന്ന സമയത്ത്. അപ്പോൾ മേ ബി ദർ ഈസ് മണി ഇൻ ദർ. അത് ക്യാഷായിരിക്കുമെന്ന് വിചാരിച്ചു. ഷീ ലുക്ക് ഇൻസൈഡ് ആൻഡ് ഫൗണ്ട് എ ലെറ്റർ. അവൾ കൈ ഉള്ളിലേക്ക് ഇട്ടപ്പോൾ അതിൽ നിന്നും ഒരു ലെറ്ററാണ് അവൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഇറ്റ് വാസ് നൈസ്. അത് നല്ല ആകർഷകമായിരുന്നു. ക്ലീൻ വൺ, നല്ല വൃത്തിയുള്ളതായിരുന്നു. ചെളിയൊന്നുമില്ലാത്ത നല്ല വൃത്തിയുള്ളതായിരുന്നു. വിത്ത് എ നീറ്റ് ഹാൻഡ് റൈറ്റിംഗ്, നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ്, വൃത്തിയുള്ള സുന്ദരമായ ഹാൻഡ് റൈറ്റിംഗ് ആണ്. അതുപോലെ ദ പേപ്പർ സ്മെൽഡ് ഓഫ് പെർഫ്യൂം, നല്ല പെർഫ്യൂമിൻ്റെ സ്മെല്ലുണ്ട്. ആൻഡ് ഇറ്റ് വാസ് ഇൻ എ ബ്ലൂ എൻവലപ്പ്, അതിന് ഒരു നീല കവറിലാണ് അത് പൊതിഞ്ഞിരിക്കുന്നത്. പോളിയോ ബിക്കം പേൾഡ്. ഇത് കണ്ടപ്പോൾ പോളിയോ ആകെ പേടിച്ചു പോയി. കാരണം വാസ് ഐവാൻ ഇൻ ലവ് വിത്ത് അനദർ വുമൺ? ഐവാൻ മറ്റേതെങ്കിലും സ്ത്രീയുമായി സ്നേഹബന്ധത്തിലായിരുന്നു? വാസ് ഹി എക്സ്ചേഞ്ചിങ് ലവ് ലെറ്റേഴ്സ് വിത്ത് വെൽ എഡ്യൂക്കേറ്റഡ് ലേഡീസ് ആൻഡ് മേക്കിംഗ് ഫൺ ഓഫ് ഹിസ് പുവർ ഇലിറ്ററേറ്റ് വൈഫ്? വിദ്യാസമ്പന്നരായ സ്ത്രീകളുമായി സ്നേഹബന്ധം കൈമാറുകയും പാവപ്പെട്ട നിരക്ഷരയായ ഭാര്യയെ പരിഹസിക്കുകയുമാണോ? പോളിയോ ലുക്ക് അറ്റ് ദ എംവലപ്പ്, ടുക്ക് ഔട്ട് ദ ലെറ്റർ. പോളിയോ കവറിലേക്ക് നോക്കി, കത്ത് പുറത്തെടുത്തു. ആൻഡ് അൺഫോൾഡഡ് ഇറ്റ്, എന്നിട്ടത് തുറന്നു. ബട്ട് സിൻസ് ഷീ വാസ് ഇലിറ്ററേറ്റ്, ഹൗ കുഡ് ഷീ റീഡ് ഇറ്റ്? പക്ഷേ നിരക്ഷരയായ അവൾക്ക് അതെങ്ങനെ വായിക്കാൻ കഴിയും? ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഹെർ ലൈഫ്, അവളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് പോളിയോ വാസ് സോറി ദാറ്റ് ഹി ഹാഡ് നോട്ട് ലേൺ ഹൗ ടു റീഡ് ആൻഡ് റൈറ്റ്. എഴുതാനും വായിക്കാനും കഴിയാത്തതിൽ അവൾക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സങ്കടം, വിഷമം തോന്നുന്നത്. ഈവൻ തോ ഇറ്റ് ഈസ് സംബഡി എൽസ് ലെറ്റർ, ഇത് മറ്റാരുടെയെങ്കിലും കത്താണെങ്കിൽ പോലും ഷീ തോട്ട്സ് ഐ ഹാവ് ഗോട്ട് ടു നോ വാട്ട് ഈസ് ഇൻ ഇറ്റ്, ഇതിലെന്താണെന്ന് എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു. മേ ബി ഇറ്റ് വിൽ ചേഞ്ച് മൈ ഹോൾ ലൈഫ്, ഇതെൻ്റെ ജീവിതമാകെ മറിച്ചേക്കാം.
Ivan loves another woman. Maybe I will have to go back to the country and work as a peasant. ഇത് മറ്റൊരു സ്ത്രീയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഐവാൻ മറ്റൊരു സ്ത്രീയുമായി സ്നേഹം ഉണ്ടെങ്കിൽ, എന്നാൽ നാട്ടിൻ പുറത്തേക്ക് തിരിച്ചുപോയി അവിടെ കൃഷിജോലി ചെയ്യേണ്ടി വന്നേക്കാം. Polio started to cry and began thinking about how Ivan seemed to have changed lately. പോളിയോ കരഞ്ഞ് അടുത്ത കാലത്തായി ഐവാൻ എത്രമാത്രമാണ് മാറിപ്പോയതെന്ന് ഇങ്ങനെ ആലോചിച്ചു. He seemed to be taking more care of his mustache and his clothes. അവളിങ്ങനെ ചിന്തിച്ചു തുടങ്ങി. മീശയുടെയും വസ്ത്രങ്ങളുടെയും കാര്യത്തിൽ അയാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നതായി തോന്നി. Polio sat looking at the letter. She kept crying and sniffing, but she could not read it at all. പോളിയോ കത്തിലേക്ക് നോക്കി കരഞ്ഞുകൊണ്ടിരുന്നു, പക്ഷെ അവൾക്കത് ഒട്ടും തന്നെ വായിക്കാൻ കഴിഞ്ഞില്ല. To show it is someone else would be unthinkable. മറ്റാരെങ്കിലും കാണിക്കുക എന്നത് ആലോചിക്കാൻ പോലും പറ്റുകയില്ല. അങ്ങനെ പോളിയോ had the letter in her cupboard, finished sewing and the jacket and waited for Ivan to come home. പോളിയോ കത്ത് അവളുടെ അലമാറയിൽ ഒളിപ്പിച്ചു വച്ചു, തുന്നൽ പണി മുഴുവനാക്കി. അങ്ങനെ ഐവാൻ ടു കം ഹോം, വെയിറ്റഡ് ഫോർ ഐവാൻ ടു കം ഹോം. ഐവാൻ വരുന്നതും കാത്ത് വീട്ടിലങ്ങനെ ഇരുന്നു. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. ഇതിൽ കിട്ടാത്ത വാക്കുകളൊക്കെ എഴുതി വെക്കാം. ഇതിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ പറയാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ലൈഫ് ഇൻ ദ സിറ്റി ചേഞ്ച് പോളിയസ് ഹസ്ബൻഡ്? പോളിയയുടെ ഹസ്ബൻഡിനെ എങ്ങനെയാണ് സിറ്റി ജീവിതം മാറ്റിയത്? വാട്ട് വാസ് പോളിയസ് റെസ്പോൺസ് വെൻ ഹെർ ഹസ്ബൻഡ് ആസ്ക്ഡ് ഹെർ ടു ലേൺ ടു റീഡ് ആൻഡ് റൈറ്റ്? പോളിയയുടെ റെസ്പോൺസ് എന്തായിരുന്നു ഹസ്ബൻഡ് എഴുതാനും വായിക്കാനും പഠിക്കാൻ പറഞ്ഞപ്പോൾ? മൂന്നാമത്തെ, ഡു യു തിങ്ക് ദ ബുക്ക് വിൽ ബി ഓഫ് എനി ഹെൽപ്പ്? എക്സ്പ്ലെയിൻ. 4, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് പോളിയസ് ആറ്റിറ്റ്യൂഡ്? പോളിയയുടെ ആ സ്വഭാവത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു? ഡു യു അഗ്രി വിത്ത് ഹെർ? നിങ്ങൾ അവളോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ? വൈ? എന്തുകൊണ്ട്? യോജിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട്? യോജിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട്? ഓക്കെ, 4 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്ത് വിട്ടുതരാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.